കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പനിയാണെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ തരും. എടാ കഞ്ഞി കുടിച്ചോ, നിനക്ക് പനി പെട്ടെന്ന് മാറും എന്നൊക്കെ അമ്മയും നമ്മുടെ ബന്ധുക്കളും ഒക്കെ പറയുകയും ചെയ്യും. ചിലരെ പനിയുള്ള സമയത്ത് നല്ല ബൻ മേടിച്ചുകൊണ്ടിരും. പനിയുള്ള സമയത്ത് തേയിലയിൽ മുക്കി അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കി കഴിക്കുന്നത് നല്ലതാണ്, പനി പെട്ടെന്ന് മാറും എന്ന് പറയും. ചിലര് ഇപ്പോൾ പനിയുള്ളപ്പോൾ റസ്ക് ആണ് കഴിക്കുന്നത്. ഇങ്ങനെ പനിയുള്ളപ്പോൾ ബന്നും റസ്കും കഞ്ഞിയൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് പനി മാറുമോ അല്ലെങ്കിൽ പനി കുറയുമോ? പനിയുള്ള സമയത്ത് ഇത് കഴിച്ചാൽ മതിയോ? വിശദീകരിക്കാം. നോർമലി നമ്മുടെ ശരീരത്തിന് രോഗം വരുന്ന സമയത്ത് രോഗത്തിനെ പ്രതിരോധിക്കുന്ന നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് പ്രോട്ടീനാണ്, പിന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റുമാണ്. നിങ്ങൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് ഉള്ളിലേക്ക് ചെല്ലും, എന്നാൽ പ്രോട്ടീനിന്റെ അവൈലബിലിറ്റി ഇല്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്ഷീണം ഒരല്പം കുറയുന്നല്ലാതെ വളരെ പെട്ടെന്ന് രോഗം മാറുന്നതിന് അത് സഹായിക്കില്ല. അതുകൊണ്ട് കഞ്ഞി കുടിക്കുന്ന സമയത്ത് കഞ്ഞിയോടൊപ്പം എളുപ്പം ദഹിക്കുന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടി കഴിക്കുക. ഏറ്റവും നല്ലത് പയറിൽ ചെറുപയർ പുഴുങ്ങി കഞ്ഞിയോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് പ്രോട്ടീനിന്റെയും ഫൈബറിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും കോമ്പിനേഷൻ ആയിട്ട് ചെല്ലുകയും പ്രതിരോധ ശേഷി പെട്ടെന്ന് കൂടുകയും രോഗം മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ പലരും ചെയ്യുന്ന പോലെ പനിയുള്ള സമയത്ത് ബന്ന് കഴിക്കുക, റസ്ക് കഴിക്കുകയൊന്നും ചെയ്യരുത്. കാരണം ഇതിനകത്തെല്ലാം ട്രാൻസ് ഫാറ്റും പഞ്ചസാരയും വളരെ ഉയർന്ന അളവിൽ സോഡിയം എല്ലാം ഉണ്ട്. ഈ കോമ്പിനേഷൻ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കരളിന് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നല്ലാതെ പനിയുള്ള സമയത്ത് ഇത് 10 പൈസയുടെ ഗുണം നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാക്കത്തില്ല. ഏറ്റവും നല്ലത് കഞ്ഞി പോലെ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ പോലെ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം പ്രോട്ടീനുകൾ, ഇപ്പം വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയറ്, കടല, പരിപ്പ് പോലുള്ളവ, മുട്ട അധികം എണ്ണയൊന്നും ചേർക്കാതെ നിങ്ങളൊന്ന് പൊരിച്ചിട്ടോ പുഴുങ്ങിയിട്ടോ കഴിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ മീൻ തേങ്ങാപ്പാലിൽ വേവിച്ച മീൻ കറിയോ എല്ലാം പനിയോടൊപ്പം കഴിക്കാം. ഇത് സേഫാണ്. ചിക്കൻ കറിയും കഴിക്കാം, ഫ്രൈ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പനിയുള്ളപ്പോൾ എന്തെല്ലാം കഴിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തു.